ലാലേട്ടന് വേണ്ടി ഒരു പാട്ട് പാടാൻ തീരുമാനിച്ചതാണ്. നമസ്കാരം, ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. കുറേ ദിവസങ്ങളായി ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടി പട്ടാളത്തിൻ്റെ കൂടെയാണ്. അത് എൻ്റെ പിന്നിൽ കാണുന്ന നമ്മുടെ ഹീറോ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഹീറോനെയാണ് എനിക്ക് കാണേണ്ടത്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഹീറോ. പേരെങ്ങനെയാണ്? ഇതലോ? അങ്ങനെ പറ, ശരിക്കും പറ. ആ പാട്ട് പറഞ്ഞ സ്ട്രോങ് ഇല്ലല്ലോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? 3ലേക്ക് ആയോ? ജയിച്ചോ? ചുമ്മാ പറയല്ലോ കേട്ടോ. ജയിച്ചെങ്കിൽ ജയിച്ചെന്ന് പറയാം. എത്ര സത്യമാണോ? എങ്ങനെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി ഭയങ്കര വൈറലായല്ലോ. ഒത്തിരി പേര് വിളിച്ചോ? വിളിച്ചില്ലേ? ആരൊക്കെ വിളിച്ചല്ലോ? സുഷുഷാമൊക്കെ വിളിച്ചില്ലേ? പിന്നെ വിളിച്ചില്ല എന്ന് പറയണേ? വിളിച്ചില്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആരാ ഇത് പഠിപ്പിച്ചെടുത്ത്? നിങ്ങൾ തന്നെ പഠിച്ചാണോ? ഞങ്ങള് വീടിന്റെ അടുത്തിരിക്കുമ്പോ കൂട്ടിയിട്ട് ഇന്ദ്രജിത്ത് പാപ്പൻ വീഡിയോ എടുത്ത് വൈറലാക്കിയതാ. ഇന്ദ്രജിത്ത് പാപ്പനാണല്ലേ നിങ്ങളെ ഈ വൈറലാക്കിയത്? പാപ്പൻ ഭയങ്കര സംഭവം അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അങ്ങോട്ട്? വേറെ ഞാൻ കണ്ട് നല്ല തമിഴൊക്കെ പാടി ഞങ്ങൾ ഹിറ്റാണ്. പേര് പറയാം. ആദർശ് എങ്ങനെ ഇപ്പൊ തോന്നുന്നു? ഇപ്പം എത്ര പേരാ അറിഞ്ഞിരിക്കുന്നല്ലേ? ലോകമെമ്പാടും അറിഞ്ഞു മലയാളികൾ. ഇല്ല, സന്തോഷമല്ലേ? ഇങ്ങനെയൊന്നും ഓർത്തില്ല അല്ലേ? ഇല്ലില്ല, ഞങ്ങള് കുറച്ച് ബ്രേക്ക് വന്നു. മറ്റേ പരീക്ഷയും കരളിയായി മാർച്ച് ആ ടൈമിലൊക്കെ ബ്രേക്ക് വന്നു. ഇപ്പോൾ അത് തിരിച്ച് ഞങ്ങൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമുണ്ടല്ലേ? അതിങ്ങനെ ഇപ്പം ആളുകളൊക്കെ ഏറ്റെടുത്തിട്ട് നിങ്ങളെ വിളിക്കുന്നു. പ്രോഗ്രാമൊക്കെ കിട്ടി തുടങ്ങിയോ? പ്രോഗ്രാം ഇപ്പൊ കിട്ടി തുടങ്ങിയില്ല. പ്രോഗ്രാം ഇനി കിട്ടണം. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റണം അല്ലേ? ഒക്കെ വേണ്ടേ? ഞങ്ങൾക്ക് ഇതിൽ തന്നെ പ്രോഗ്രാം ചെയ്യാൻ. ഇതിലും പ്രോഗ്രാം, പക്ഷെ നമുക്ക് എങ്കിലും ഇൻഷുറൻസ് വേണ്ടേ കുറെ? അപ്പോൾ നമുക്കൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. എനിക്ക് പറ്റുന്ന സഹായം ചെയ്യാം. പോരെ? അപ്പോൾ സന്തോഷമല്ലോ നിങ്ങളുടെ. അതെ. നിങ്ങൾ ഏത് പാട്ട് പാടിയപ്പോൾ ഏറ്റവും ഹിറ്റായത്? ഞങ്ങള് അറബിക്കുത്താണ് ഫസ്റ്റ് കുറച്ച് വൈറലായത്. അറബിക്കുത്ത് അത് കണ്ടിട്ടാണ് അനിരുദ്ധ സാർ സ്റ്റോറി ഇട്ടത്. അത് അതിന്റെ ഭാഗമായിട്ടാണ് കുറെ ഇതേപോലെയുള്ള TV ഷോസും അങ്ങനത്തെ പരിപാടികളൊക്കെ. അതല്ലേ? എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 10 കഴിഞ്ഞിരിക്കാം. പ്ലസ് 1 പ്ലസ് 1 അഡ്മിഷൻ ഒക്കെ എടുത്തോ? അല്ല, അലോട്ട്മെന്റ് വന്നിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ലല്ലോ പോവാൻ അല്ലേ? സ്കൂളിലൊക്കെ പോകണം, പഠിക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം വൈറല അറബി കുത്ത് അല്ലേ? അല്ല, നമ്മുടെ ബാൻഡിന്റെ പേര് പറയാൻ. ഉറക്കെ പറയാ, എല്ലാരും ഒരുമിച്ച് പറഞ്ഞേ. അപ്പം കേട്ടില്ലേ? ഡബ്ബ ബീച്ച്. ഇവരുടെ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇവരെ വൈറലാക്കിയ ശ്രീജിത്തുണ്ട് ഇന്ദ്രജിത്തുണ്ട് നമുക്ക് ചോദിക്കണം. ഇവർക്ക് ബുക്കിംഗ് ഒക്കെ റേറ്റൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ടല്ലോ. റേറ്റൊക്കെ കൂട്ടണം നമുക്ക്. വേണ്ടേ? റേറ്റൊക്കെ കൂട്ടണം നമുക്ക്. ചെലവില്ലേ യാത്രയൊക്കെ ചെയ്യുമ്പോൾ? നല്ല റേറ്റിനൊക്കെ പോയാൽ മതി. ആരും കേൾക്കണം, നല്ല റേറ്റിന് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ അറബിക് ഒന്ന് പാടിയാലോ? അതിൽ തുടങ്ങാം. ആരൊക്കെയാ പറഞ്ഞ? വാ, ആരൊക്കെയാണ്? വരൂ കൂടി ഇവിടെ സെൻറ്ററിലേക്കാ. അപ്പോൾ റെഡിയല്ലേ? നമ്മൾ തുടങ്ങുവാണ് കേട്ടോ. ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീബ് വന്താലേ ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീബ് വന്താ ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീബ് വന്താലേ ഹലമത്തി ഹബീബോ ഹലമത്തി ഹബീബോ.
ഹബീബോ പൊളിച്ചല്ലേ? ഇതൊക്കെ ഈ പാട്ടൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? എങ്ങനെയാണ്? അങ്ങനെ ഞങ്ങള് എല്ലാവരും വീടിൻ്റെ അടുത്തുള്ളവരാ. ഞങ്ങള് എന്താ സമയം കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ പാടിക്കൊട്ടുന്നതാ. ഇപ്പം അത് കഴിഞ്ഞിട്ട് വൈറലായ പാട്ട് ഏതായിരുന്നു നമ്മുടെ? അത് കഴിഞ്ഞിട്ട് കുറേ പാട്ട് ഇങ്ങനെ ഇട്ടായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇലുമിനാറ്റി കുതന്ത്രം, അതാണ് ഇപ്പൊ കുറച്ച്. ഇതെല്ലാം മുതലല്ലേ? എന്താ ചെയ്യത്? ഭക്ഷണം കഴിച്ചോ രാവിലെ? എന്നാ കഴിച്ച? ചോറ് കഴിച്ചോ രാവിലെ? ചോറ് കറി എന്നായിരുന്നു? കറി പരിപ്പ്. പിന്നെ കിട്ടണില്ല. ഇന്നലെ ഇവിടെ കല്യാണം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അവിടെ നിന്ന് ഇന്നലെ ശരിക്കും കഴിച്ചു. നാണം തന്നെ അല്ലേ? അപ്പൊ ചോറും പരിപ്പൊക്കെ കഴിച്ചു. നമുക്ക് ആ ആവേശത്തിൽ അങ്ങ് വെച്ച് കാച്ചാലോ? ഓക്കെ അല്ലേ? എന്നാ പിടിക്കാൻ കൂടെ അങ്ങ് പൊട്ടിക്കാൻ അങ്ങ് പൊളിക്കണം ഇന്ന്. ആരാ? രണ്ടുപേരല്ലേ? വരൂ, രണ്ടുപേരും മൈക്ക് ചേർത്ത് വെച്ച് അങ്ങ് പൊളിച്ചാൽ കൂടെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി എന്നൻ മന്നാക്കും നിർത്തുന്നില്ലേ ഇരുട്ടിൽ ചുറ്റി പാറും രാജാവുക്ക് എല്ലാരും ചൊല്ലും ഇവനെ തൊഴുവാനായെന്നും ജനൽ തിരക്ക് കാലം മടുക്കും മച്ചാൻ സ്വർഗ്ഗപ്പെടും ഇല്ലും വിരാട്ടി രണ്ടിലെയും മ്യൂസിക് ഇല്ലാതെ പഠിക്കേ. രണ്ടിലെയും മ്യൂസിക് ഇല്ലാതെ പഠിക്കേ. ഇപ്പോൾ ഈ പാട്ട് തന്നെ മ്യൂസിക് ഇല്ലാതെ പഠിക്കേ. ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി. സൂപ്പർ സൂപ്പർ അല്ലേ? തൃപ്തിയാകുന്നില്ലോ നിനക്കുന്ന്? എന്താ ഒരു ഐസ്ക്രീം കഴിച്ചാലോ? കഴിക്കല്ലോ, സൗണ്ട് പോവും. ശരിയല്ലേ? ഈ തമിഴ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് ഗംഭീര പാട്ട് കണ്ടായിരുന്നു കേട്ടോ. ഇനി ആരൊക്കെയാ അതിനകത്ത് പാടുന്നത്? നിങ്ങൾ 3 പേര് പാടുന്നതല്ലേ? മോള് പാടുന്നതല്ലേ? നിങ്ങൾ വരൂ, ഇത് മാറിയിരിക്കണം, എല്ലാവരും വരൂ. പേരെങ്ങനെയാണ്? അതിൽ എത്രയല്ല പഠിക്കണം? ഇനി 8ക്ക്. ഇത്ര നാൾ 6-ലായിരുന്നു അല്ലേ? എത്ര വർഷം തോറ്റു? അമ്മ കണ്ണു പിടിച്ചല്ലോ. ഇല്ല അല്ലേ? അപ്പൊ ഇനി 8ാം ക്ലാസ്സിലാണല്ലേ? ഏത് സ്കൂളിലാ? ഞാൻ തൃശ്ശൂര് ആമ്പല്ലൂർ സ്കൂളല്ലേ? ഈ സ്കൂളിലൊക്കെ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? പാട്ടിനൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ? കലോത്സവത്തിന് പങ്കെടുക്കാറുണ്ട്? ഇപ്പൊ 8ാം ക്ലാസ് കലോത്സവത്തിന് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടില്ലേ? ഇനിയിപ്പോ 8ാം ക്ലാസ് ആകുമ്പോൾ ഇനി സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കാം അല്ലേ? ഇത്രനാളും സംസ്ഥാന കലോത്സവത്തിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ. ഇനിയിപ്പോ പോകുന്നുണ്ട്? പോണം. സ്കൂളിലൊക്കെ അറിയാമോ നിങ്ങളിങ്ങനെ ബാൻഡുള്ളതൊക്കെ കാര്യം? എന്താ പറയുക ടീച്ചർമാരൊക്കെ? നന്നായെന്ന് പറയുന്നുണ്ടല്ലേ? അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നത്? ഞാനിപ്പം പാടില്ലേ? ഒന്ന് പാടും. രണ്ടുപേരും കൂടെ വരൂ. രണ്ടുപേരും കൂടെ. പേരെങ്ങനെയാ? നിരഞ്ജൻ കൃഷ്ണൻ. നിരഞ്ജൻ. നല്ല ക്ലാസ്സൊക്കെയാണ് കേട്ടോ. നിരഞ്ജൻ കൃഷ്ണൻ. എത്രാം ക്ലാസ്സിലാണ്? ഞാൻ ഇനി +2. +2ലേക്ക്. +1 ആണല്ലേ? ആ +1 ഇവിടെ എത്ര പേരുണ്ട്? അല്ലേ? നിങ്ങൾ 3 പേരല്ലേ? നിങ്ങൾ 4 പേരല്ലേ? അപ്പോൾ നിരഞ്ജൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ടങ്ങ് പാടുമല്ലേ? റെഡി? പഠിക്കാം. കരവാട ഉറവച്ച ചൂട് കരവാട ഉറവച്ച ചൂട് ഒട്ടി വിടലി കൊതി എനക്ക് മുത്തമിട്ട് നെത്തിയില മാർബുക്ക്
மத்தியில சுட்டு விட தோணுதடி எனக்கு கருவாட ஊற வச்ச சூட ஊட்டி விட நீ பொது எனக்கு திட்டமிட்டு நெத்தியில மார்புக்கு மத்தியில சுட்டு விட தோணுதடி கரமேலே ஒரு ஓனா படிப்போமா காக்கா கடி கடிச்சு சிறுமாங்க திம்போமா തമിഴൊക്കെ ഗംഭീരമായിട്ട് പാടുന്നുണ്ടല്ലോ ഇല്ലേ? തമിഴ് പാട്ട് പാടാറുണ്ടല്ലോ. ആ, ഏതൊക്കെ തമിഴാ പാട്ട് പാടുന്നത്? ഞങ്ങൾ ഇതിലിപ്പോൾ ബാഡാസ് പറഞ്ഞ പാട്ട്, പിന്നെ ലിയോയിൽ തന്നെ 2 പാട്ട്, ഞാറടി. ഏതാണ് ഹിറ്റ് പാട്ട് അതിൻ്റെ? അത് ഞാറടിതാ. അതല്ലേ? അപ്പോൾ അതങ്ങ് കാച്ചാലോ നമുക്ക്? അങ്ങ് കാച്ചാലോ നമുക്ക്? ഒരു തമിഴ് കാച്ചാലോ നമുക്ക്? നീ ഏതാ? ആ, ഒരു തമിഴ് കൂടെ ആവാം അല്ലേ? എൻ്റെ കയ്യിലെ എല്ലാ കാര്യം ഇരിക്കണം കേട്ടോ അല്ലേ? നീയാണല്ലോ ട്രാക്ക് പിടിച്ച് പോകണ്ടേ. അപ്പോൾ ഒരൊറ്റ തമിഴ് കാച്ചാലോ നമുക്ക്? ആ, பேடாசுமா ஒரு சாம ஓடிடு, பேடாசுமா உன் பால சுருட்டிடு, பேடாசுமா லியோதாசுமா, பேடாசுமா ஒரு சாம ஓடிடு. காட்டுக்கு விருந்து இவ வேட்டைக்கு செதறனும் பயந்து வெளும் புள்ளிக்கெல்லாம் முட்டுப்புள்ளி எழுதி கொடல் உருவுற சம்பவ உறுதி இந்த வரையில நல்லவ இருந்தா இந்த கதையில ராட்சச முகந்தா வத்தி குச்சி இல்ல எரிமலம் அவனே நெருங்காத நீ பலசாமிய வேண்டிக்கோவாமே முறை காதனி பேடாசுமா ஒரு சாம ஓடிடு, பேடாசுமா உன் வாழ சுருட்டிடு.
വെക്കണം കൊലച്ചിടാ ഇവക തിരുമ്പ കുലച്ചിടാ ലിയോ 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 ചെറിടാ 100 പഞ്ചായത്ത് അച്ഛടാ വരാറ് മതം ബലച്ചിടാ ലിയോ 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 ചെറിടാ ரொம்ப ரொம்ப ஆராதமா தெரிக்க தெரிக்க அடிப்பாருமா bloody sweat பத்தி கச்சில எரிமலம் அவனே நெருங்காத நீ கொலசாமிய வேட்டைக்கு போமே முளைக்காத நீ பேசுமா ஒரு சாவ ஓடிடு பேசுமா ஓ மால சுருட்டிடு பேசுமா லிய பேசுமா பேசுமா ஒரு சாவ ஓடிடு ഈ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ എന്തൊരു പാട്ട് പാടിയെന്ന് തോന്നുന്നു? ഏത് പാട്ടാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക്? ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞെങ്കിലും ഒരു പാട്ട് നമുക്ക് കൊടുക്കണ്ടേ? ലാലേട്ടൻ ഒരു 4 ലൈൻ കൊടുക്കണ്ടേ? ലാലേട്ടൻ്റെ ബർത്ത്ഡേക്കും ഇവർ ഗംഭീരമായിട്ട് ഒരു പാട്ട് പാടി കേട്ടോ. അങ്ങനെയാണ് പിന്നെ പുറലോകം ഇറങ്ങുക. അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആണെങ്കിലും ശരിയല്ലേ? അതെയോ? എന്ത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്നും ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു പാട്ട് ഒരു 4 ലൈൻ അടിച്ചു പൊളിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ഈ ഡ്രംസ് പഠിച്ചതാണോ? ഇല്ല പഠിച്ചിട്ടില്ല. നിങ്ങൾ ആരും ഇതൊന്നും പഠിച്ചല്ലോ, നിങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് എടുത്തതല്ലേ അല്ലേ? ഇവരിത് കണ്ടില്ലേ, ഇത് എന്തൊക്കെയാ സാധനം കണ്ടില്ലേ? ഉണ്ടോ? ഇഡ്ഡലി പാത്രമാണ്. വീട്ടിൽ അടിച്ചു മാറ്റിയാണോ? അല്ല അതിങ്ങനെ അവിടെ തന്നെ അതെ. ആ ഇതിൽ പേപ്പറൊക്കെ ഒടിച്ചേക്കോ അല്ലേ? ആ സൗണ്ട് കിട്ടാൻ വേണ്ടി. ഇതൊക്കെ കീറിപ്പം പിന്നെയും ഒട്ടിക്കണ്ടേ? പിന്നെ ഒട്ടിക്കണം. അപ്പം അതൊക്കെ മേടിച്ചോ? ആ ഇത് ഇപ്പോഴും അല്ലേ? ഇന്ന് പൊട്ടിയാണല്ലേ? ഓരോ ദിവസം മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ആ ഇതൊക്കെ ഇങ്ങനെ കമ്പിയിൽ ഉണ്ടാക്കിയതാരാ? ഞങ്ങൾ തന്നെയാണ്. ചേട്ടന്മാരെല്ലാം സപ്പോർട്ടുണ്ട് ഇവിടെ ഉള്ളവരല്ലേ? അതാണ് നിങ്ങളുടെ ഒരു വിജയം അല്ലേ? അപ്പോൾ ഈ ഡ്രംസ് പഠിച്ചിട്ടില്ല, ഇനി പഠിക്കണമെന്നൊന്നുമില്ല. നമുക്കറിയാലോ. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒന്നും പഠിക്കാനൊന്നുമില്ല, ഗംഭീരമായിട്ട് കൊട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒറിജിനൽ ഒന്ന് കിട്ടിയാൽ സന്തോഷമില്ലേ? ലാലേട്ടൻ്റെ ആ ബർത്ത്ഡേ ആഘോഷങ്ങൾ നിൽക്കുന്നില്ല. ലാലേട്ടന് വേണ്ടി ഒരു പാട്ട് പാടാൻ തീരുമാനിച്ചതാണ്. ഗംഭീരമാണ്. നമുക്ക് ഇനി കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് എല്ലാവരും ഒന്ന് പേര് പരിചയപ്പെടുത്തി പോകണം. മോൻ്റെ പേരെന്ന് പറഞ്ഞേ? ബാഹിത് കൃഷ്ണ. ബാഹിത് കൃഷ്ണ. അമൃത് ബീബി. അമൃത് ബീബി. ഇതൻ ശരത്. നേരത്തെ പറഞ്ഞെങ്കിലും ഒന്നും കൂടെ ചെറുതായിട്ട് ഇരുന്നിട്ട് നിർത്താം. എത്രാം ക്ലാസ്സിലാണ്? കൈക്ക് വേനയുണ്ടോ? ഭയങ്കര കൊട്ടല്ലേ? വേനയൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? മോൻ്റെ പേര്? ഭാനുകൃഷ്ണ. ഭാനുകൃഷ്ണ. ഭാനുകൃഷ്ണ അല്ലേ? എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ. ഭാനു പേടിച്ച്
ഇവിടെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടാണല്ലോ. ആഷിക്ക് ആഷിക്ക് +2 അല്ലേ? +1ലേക്ക് അല്ലേ? 10ാം ക്ലാസ്സിന് +1ലേക്ക്. എങ്ങനെയുണ്ട്? ഇതൊക്കെ പൊട്ടിയല്ലേ? ഇനി ആരെങ്കിലും മുട്ടായി മേടിക്കണമല്ലോ ഇത് കിട്ടണമെങ്കിൽ. കണ്ടോ ഷമീറ, ഇതൊക്കെ പൊട്ടിയാട്ടോ ഷമീറ. ഇനി മുട്ടായി മേടിക്കേണ്ടി വരും ഇത് കിട്ടാൻ. നമുക്ക് നോക്കാം ഇതൊക്കെ ഗംഭീരമാക്കി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? പേരെങ്ങനെയാ? പ്രത്യൂഷ്. എത്രാം ക്ലാസ്സിലാണ് പ്രത്യൂഷ്? +2 അല്ലേ? ഓക്കെ. ഹാപ്പി അല്ലേ? +2 ഈ വർഷമാണോ? ആ, ഏതാ എടുത്തിരിക്കുന്നത്? കൊമേഴ്സ്. മിടുക്കനാണ് കേട്ടോ. ഇതിനോടൊപ്പം പഠിത്തവും കൊണ്ടുവരണം കേട്ടോ. പേരെങ്ങനെയാ? ആദീഷ് റെഡി ആയിട്ടിരിക്കുക പറയാൻ വേണ്ടി. എത്രാം ക്ലാസ്സിലാണ്? 9ലേക്ക് അല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഇത് പെയിന്റിങ്ങിന്റെ പാട്ടിയാലോ? എവിടെ പെയിന്റ് അടിച്ചപ്പെടുത്തുണ്ടെന്നോ? വാങ്ങിച്ചാ? പൈസക്ക് ഞാൻ മേടിച്ചു. എല്ലാം പൈസക്ക് മേടിക്കുകയും ചെയ്തു അല്ലേ? വീടുകൾ കിട്ടിയിട്ടുണ്ടല്ലേ? ഹാപ്പി ആണല്ലോ അല്ലേ? ഇത് നമുക്ക് ഈ ബാൻഡ് അടിപൊളിയാക്കണം. നമുക്ക് കേരളം അറിയുന്ന ബാൻഡാക്കി മാറ്റണം. റെഡിയാ? ഉല്ലാസേ പറ. ഉല്ലാസേ 8ലേക്ക്. ഞാൻ ചോദിച്ചില്ല. 8ലേക്ക് അല്ലേ? ഓക്കെ അല്ലേ? ഡാൻസ് ചെയ്യും ഉല്ലാസ്? എനിക്ക് കണ്ടിട്ട് ചെറിയ ഡാൻസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഉല്ലാസ് ഡാൻസ് ചെയ്യാറില്ലേ? ഉല്ലാസ് ഡാൻസ് ചെയ്യും? ഡാൻസ് ചെയ്യുമെന്ന് എനിക്കറിയാം. എൻ്റെ ടിപ്പ് കാണുമ്പോൾ എനിക്കറിയാം നീ ഡാൻസ് ഒക്കെ ചെയ്യണ ആളാണ് അല്ലേ? ഇല്ലേ? ഇപ്പോൾ ഡാൻസ് ചെയ്യണം കേട്ടോ. നമുക്ക് ഒരു പാട്ട് പാടുമ്പോൾ ഒരു 3 സ്റ്റെപ്പ് ഇട്ടാണ് ഈ ഒരു പാട്ട് പാടുമ്പോൾ. ഓക്കെ അല്ലേ? ഇത് വേണ്ടി ഞാൻ കുട്ടിക്കോളാം ആ സമയത്ത് എന്നാലും വേണ്ടില്ല. ഒരു പാട്ട് പാടും കേട്ടോ. അപ്പോൾ ഒരു 3 സ്റ്റെപ്പ് ഡാൻസ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഭഗവത് കൃഷ്ണ എത്രാം ക്ലാസ്സിലാണ്? 8ലേക്ക്. നല്ല പൂവുള്ള ഷർട്ടൊക്കെ അല്ലോ. അടിപൊളിയാട്ടോ. നിങ്ങൾ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഭാവിയുള്ള ആളുകൾ തന്നെയാണ്. നമുക്ക് ദൂരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അതിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും. ഓക്കെ അല്ലേ? നിങ്ങളെല്ലാവരും മിടുക്കന്മാരാട്ടോ. മിടുക്കനും മിടുക്കന്മാരുമാണ്. നമുക്ക് നിങ്ങളെ വൈറലാക്കിയ ആ ചേട്ടനൊന്ന് വിളിക്കണ്ടേ? ഈ വീഡിയോ ഇട്ട് വിളിക്കുക. നീ വിളിക്കുക. പേര് വിളിക്കുക. അച്ഛക്ക് വിളിക്കേ. പിന്നെ കൈ ഒരു മ്യൂസിക് ഇട. ഒരു സ്ലോ മോഷൻ മ്യൂസിക് ഇട. വരട്ടെ നമ്മുടെ ക്യാമറ ഇവിടെ മ്യൂസിക് ഇട. ആ മ്യൂസിക്കിൽ വന്നാൽ മതി. ഇട. വാ മ്യൂസിക് എടുക്കും. അല്ല അങ്ങനെയാണ് നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങളില്ലെങ്കിൽ ഈ പിള്ളേർ പുറം ലോകം അറിയില്ലായിരുന്നു. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അല്ല ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അടുത്തുള്ള എൻ്റെ കസിൻസും കുറച്ച് അനിയന്മാരൊക്കെയാണ് കൂടുതലുള്ളത് ഇതിൽ തന്നെ. അപ്പോൾ ഇവർ അവിടെ ആയിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ കൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീറ്റ് കേട്ടപ്പോൾ നല്ല കറക്റ്റ് ഒരു ഒറിജിനാലിറ്റി പോയി ഫീൽ ചെയ്ത് അപ്പോൾ തന്നെ വീഡിയോ എടുത്തു. അത് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു. പിന്നെ വേറെ ചേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര റീച്ചായി. അത് എൻ്റെ അടുത്തൊക്കെ 5 ദിവസമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഈ ബാൻഡ്. അതിനുശേഷം ഒരു ബാൻഡായിട്ട് അതൊരു 2 വർഷം മുന്നേ. 2 വർഷം മുമ്പ്. പിന്നെ അങ്ങോട്ട് വലിയ രീതിക്ക് അങ്ങ് അറിഞ്ഞില്ല. അല്ല, അതിനുശേഷം ഒരുപാട് റിയാലിറ്റി ഷോസ് ഒക്കെ ഇപ്പോഴാണ് പെട്ടെന്ന് ഒരു ഹൈപ്പ് വന്നത്. ഇപ്പൊ അടുത്ത് ഇല്ലുമിനാറ്റി ആവേശത്തിലൊരു സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അത് നമ്മളത് ഇൻസ്റ്റയില് കൊളാബ് ചെയ്തപ്പോൾ ഡബ്സിക്ക ആള് കൊളാബ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നല്ല റീച്ച് കിട്ടി. ഇപ്പൊ ഒരു 7 മില്യൻ്റെ അടുത്തേക്ക് വ്യൂസ് ആയിട്ടുണ്ട്. നമുക്ക് എന്നെ ഒരാൾ വിളിച്ചിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ. ഞാനിപ്പോഴും പറയാം, ആ റിപ്പോർട്ട് ടിവിയിലായിരുന്നു ഞാൻ നേരത്തെ. അപ്പോൾ റിപ്പോർട്ട് ടിവിയിലുണ്ട് എന്ന് ഓർത്ത് തന്നെയാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ MD അടുത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങി. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വോയിസായിട്ട് MDക്ക് അയച്ചു കൊടുത്തു റിപ്പോർട്ട് ടിവിയിൽ. അപ്പോൾ ഞാനും ഇത് എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അവർ നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരൊന്നും വീഡിയോ കോളിൽ വിളിക്കാം. അപ്പോൾ അവരെന്താ പറയണമെന്ന് എനിക്കല്ല. നമുക്കൊന്ന് വീഡിയോ കോളിലൊന്ന് വിളിക്കാം അല്ലേ? ഹലോ ജെംസേട്ടാ, നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്നലെ പറഞ്ഞനുസരിച്ച് ഈ കുട്ടികളുടെ അടുത്തുണ്ട്. അപ്പോൾ അവർ തൃശ്ശൂരാണ്. അതേ ഈ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ പയ്യനൊക്കെയാണ് പാട്ടുപാടി തകർക്കണം. തൃശ്ശൂർ സ്ഥലം പറഞ്ഞോ? കൈപ്പറമ്പ്, കുന്നംകുളം. അതെ അതെ അതെ. ആ പറയൂ. ഇവർക്ക് എല്ലാവർക്കും ഇവിടെ വരാം. ഇത് കണ്ട ഇവിടെ വന്നിട്ട് ഇവർക്ക് ഇവിടെ പെർഫോം ചെയ്യാം. ഒന്നും കൊണ്ടുവരണ്ട. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് തരാനുള്ള ഡ്രംസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. നോക്കിയേ, ഇനി ഡ്രംസ് കൂടാതെ ഇവർക്ക്
ഇവർക്ക് വേണ്ട സാധനങ്ങൾ എന്റെ കട കാണുന്നുണ്ടോ? ഓക്കെ, ആ ഇവർക്ക് എല്ലാവർക്കും ഓരോ ഇൻഷുറൻസ് എടുത്തിട്ട് എത്ര പേരുണ്ട് മൊത്തം? എത്ര പേരാ? 20 പേര്. 20 പേര് കൊട്ടുകാരാണോ? അല്ല അതില് ഒരു കൊട്ടിന് എത്ര പേരുണ്ട്? 5 പേര് പാട്ട് വേണതാ 20 പേരില്. അപ്പൊ ബാക്കി 15 പേർക്ക് കൊണ്ടുവന്ന ഇൻഷുറൻസ് ഞാൻ തരാം. ആ ഓക്കെ, എല്ലാം ഫ്രീ ആയിട്ടാണ് കേട്ടോ, എല്ലാം ഫ്രീ ആയിട്ടാണ് തരുന്നത്. നിങ്ങള് ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഇതേപോലെ പലയിലും മരത്തിലേക്ക് കൊട്ടിയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സ്ഥാപനമായത്. ഓക്കെ, താങ്ക് യു. എപ്പോഴാണ് നിങ്ങൾ വരിക? ഇദ്ദേഹമാണ് ഇത് വൈറലാക്കിയത്. ഇദ്ദേഹമാണ് ഇവരുടെ എല്ലാവരും കൊണ്ടു നടക്കുന്നത്. എപ്പോൾ വരാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഒരു ദിവസം എന്തെങ്കിലും വരാം, വൈകാതെ എറണാകുളത്ത്. ശനിയാഴ്ച ഒഴിച്ച് എപ്പോ വേണമെങ്കിൽ വരാം. അപ്പം ജംഷേട്ടാ ഒത്തിരി സന്തോഷം. അപ്പം ഞാൻ ഇവരുടെ ഡേറ്റ് ചോദിച്ചിട്ട് പറയാം. ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഈ പയ്യനൊക്കെ ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ഈ ഡ്രംസ് കൊട്ടിയ അവിടെ ആ ഡ്രംസ് കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷത്തിലാണ് ഇദ്ദേഹം കേട്ടോ. സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ 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 ബൈ. ശരി, അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയാണ് വേണ്ടത്. ഈ കുട്ടികളെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുമോ അത്രയും പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ടാകണം. ഇവരെ ഭാവിയിൽ ഏറ്റവും നല്ല ഒരു ബാൻഡ് ടീമായി മാറണം. അത്രയും ആയിട്ടുണ്ട്, ഇവരൊന്നും ആനില്ല. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം ഇവിടെ വരാനും രാവിലെ വന്നപ്പോൾ ഇവരുമായിട്ട് കുറേ നേരം മിങ്കിൾ ചെയ്യാനും പറ്റിയതിൽ. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ഒരു പടിയെന്ന നിലയിൽ കുറേ ഇൻസ്ട്രുമെൻസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ കൊച്ചിയിലേക്ക് വരിക. അന്ന് ഞാനും ഇവിടെ ഉണ്ടാവും. മറ്റാളുകളെല്ലാം അവിടെ നമുക്ക് ആ സ്റ്റുഡിയോയിൽ ഒരു പാട്ടൊക്കെ പാടി തകർത്ത് മേടിച്ചൊരു വണ്ടി കയറ്റിങ് കൊണ്ടുവരാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ബൈ പറഞ്ഞേക്ക്.